ഉത്സവകാല യാത്രാക്കൂലി വർധനവ് നിരോധിക്കാൻ ഉത്തരവിട്ട് സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമായി നടന്ന ഉന്നതതല അവലോകന യോഗത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മനോഹർ നായിഡുവും യാത്രക്കാരുടെ സുരക്ഷ, ന്യായമായ വിമാനക്കൂലി, മെച്ചപ്പെട്ട പരാതി പരിഹാരം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന കർശനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ വിമാന നിരക്കുകൾ ന്യായമായ നിലവാരത്തിൽ നിലനിർത്താൻ നായിഡു വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. DGCAയുടെ താരിഫ് മോണിറ്ററിംഗ് യൂണിറ്റ് പാലിക്കൽ ഉറപ്പാക്കാൻ കർശനമായ ജാഗ്രത പാലിക്കും. സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു എക്സിൽ എഴുതി. മന്ത്രാലയത്തിൽ ഇന്ന് എയർലൈനുകളുമായുള്ള പ്രതിമാസ അവലോകന യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം വിമാന കമ്പനികളുടെ പ്രവർത്തനപരവും സാങ്കേതികവുമായ പ്രകടനത്തെക്കുറിച്ച് ഞാൻ വിശദമായ ചർച്ചകൾ നടത്തി. ഉത്സവ സീസൺ അടുത്തുവരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഉയർന്ന തിരക്കുള്ള റൂട്ടുകളിലെ വിമാന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വിമാന നിരക്കുകൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എയർലൈനുകൾ പാലിച്ചു. ഉത്സവ സീസണിൽ വിവിധ മേഖലകളിലെ വിമാന നിരക്കുകൾ ന്യായമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇന്ന് അവരെ കൂടുതൽ ബോധവൽക്കരിക്കുക. മന്ത്രാലയത്തിന്റെ പരാതി പരിഹാര പോർട്ടലായ എയർ സേവയിൽ യാത്രക്കാർക്ക് ഇപ്പോൾ ഉയർന്ന വിമാന നിരക്കുകൾ നേരിട്ട് ഫ്ലാഗ് ചെയ്യാം. വിമാന കമ്പനികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നായിഡു ആവശ്യപ്പെടുകയും ചെയ്തു. പൈലറ്റുമാർ സ്വമേധയാ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കപ്പെടണം. പിഴയില്ലാതെയും നടപടിയെടുക്കണം. അതായത് സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിനായി വിമാന കമ്പനികൾ അവരെ തടയുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. കൂടാതെ ഹാൻഡ് ലാൻഡിംഗ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാ ലോങ് ഹോൾ പൈലറ്റുമാർ ഇപ്പോൾ ഉടനടി അധിക സിമുലേറ്റർ പരിശീലനത്തിന് വിധേയരാകേണ്ടതുണ്ട്. തിരക്കേറിയ സീസണിൽ വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കുന്നത് അസ്വീകാര്യമാണെന്ന് പറഞ്ഞ് മന്ത്രി സർവീസ് നിർത്തിവെച്ചിരിക്കുന്ന എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെയും കൃത്യമായ എണ്ണം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അടുത്ത അവലോകനത്തിന് മുൻപ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തന റിപ്പോർട്ടുകൾ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനങ്ങളിൽ ഉണ്ടായ സാങ്കേതിക തകരാറുകളെ തുടർന്ന് പൈലറ്റുമാരുടെ അസോസിയേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റുമാർ വെള്ളിയാഴ്ച സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തോട് എല്ലാ എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനങ്ങളും അവയുടെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ സമഗ്രമായ പരിശോധനയ്ക്കായി നിലത്തിടണമെന്നും എയർ ഇന്ത്യ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെ പ്രത്യേക ഓഡിറ്റിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടു. സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡുവിന് അയച്ച കത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ ഒരു വിമാനം തകർന്ന് 260 പേർ കൊല്ലപ്പെട്ടതിനു ശേഷം എല്ലാ ബോയിംഗ് 787-8 വിമാനങ്ങളുടെയും ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ സമഗ്രമായി പരിശോധിക്കണമെന്ന് FIP ആവശ്യപ്പെട്ടു വരികയാണ്. വ്യാഴാഴ്ച നടന്ന സംഭവത്തെ തുടർന്നാണ് ഏകദേശം 5500 പൈലറ്റുമാരുള്ള അസോസിയേഷന്റെ കത്ത്. വിയന്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നുവരുന്ന എയർ ഇന്ത്യ ബോയിംഗ് 787-8 VT-ANC ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ദുബായിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. ഒക്ടോബർ 4-ന് അമൃത്സറിൽ നിന്നും ബർമിംഗ്ഹാമിലേക്ക് പറന്നുവരുന്ന മറ്റൊരു എയർ ഇന്ത്യ ബോയിംഗ് വിമാനത്തിൽ റാം എയർ ടർബൈൻ അപ്രതീക്ഷിതവും കമാൻഡ് ചെയ്യാത്തതുമായ വിന്യാസം അനുഭവപ്പെട്ടു. മൊത്തം വൈദ്യുത തകരാർ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന ഹൈഡ്രോളിക് തകരാർ പോലുള്ള ഗുരുതരമായ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കുന്ന അവസാന ആശ്രയമായ അടിയന്തര പവർ സിസ്റ്റം ആകസ്മികമായ ഒരു ഓട്ടോമാറ്റിക് റാറ്റ് വിന്യാസം വളരെ അസാധാരണമായ ഒരു സംഭവമാണ്. ആ സംഭവം വ്യോമയാന സുരക്ഷാ റെഗുലേറ്റർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.